ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? സോ നമുക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ നമ്മളെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണാനുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് മാത്രമല്ല പബ്ലിക് എക്സാമിനും കൂടെ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും. എസ് പാർട്ടിലാണ് യൂഷ്വലി ചോദിക്കാറ്. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വരും. ഒന്ന് നമ്മൾ റോ ഡാറ്റയുടെ കേസിലും മറ്റൊന്ന് നമ്മളെ ഡിസ്ക്രീറ്റും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഡാറ്റയ്ക്കും രണ്ടാൾക്കും അത് സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ വേർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. ഇത് നമ്മളെ റോ ഡാറ്റയുടെ കേസിലാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. റോ ഡാറ്റയുടെ കേസിൽ ഇനി ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? സിഗ്മ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ വേർ എക്സ് ബാർ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഏത് കേസിലാണ് ഇത് വരുന്നത്? ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് കേസ് ആണെങ്കിലും സെയിം ഇക്വേഷൻ ആണ്. എന്താണ് ഇവിടെ വ്യത്യാസം വരുന്നത്? കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഈ എക്സ് മിഡ് പോയിന്റ് എക്സ് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്, അഥവാ സിഗ്മ സ്ക്വയർ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. യൂഷ്വലി നമ്മൾ പറയാറ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ നേരെ തിരിച്ചും നമുക്ക് എഴുതാമല്ലോ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് 100 എഞ്ചിനീയറിംഗ് കമ്പനീസിന്റെ ഒരു ഡാറ്റയാണ്. അവരുടെ നമ്പർ ഓഫ് കമ്പനീസും അതേപോലെ തന്നെ പ്രോഫിറ്റും ആണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ടേബിൾ ആണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ക്ലാസ് ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കും. ആൻഡ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഫ്രീക്വൻസീസ് ആണ്. ഇതെന്താണ്? നമ്മൾ ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത്. സോ അത് ടേബിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് എക്സ് ആണ്, ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ്. അത് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ആവറേജ് വാല്യൂ കാണണം. സോ സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ഒരാൾ നോക്കുകയാണെങ്കിൽ 0 + 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് എന്ത്? നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് വരുന്നത്. എന്താ നോക്കിക്കോ, 20 - 10 എത്രയാണ്? 10 ആണ് വരുന്നത്. സോ ഇനി നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കാണേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? 10 വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. സോ 5 + 10 15 + 10 25 + 10 35 45 + 10 55. സോ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് എഫ് കിട്ടിയിട്ടുണ്ട്, എക്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും എക്സ് ബാർ കാണാൻ വേണ്ടി പറ്റും. എക്സ് ബാർ കാണണമെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. സോ എഫ് എക്സ് കാണണം. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എഫിന്റെ ടോട്ടൽ സം ആണ്. ടോട്ടൽ ഫ്രീക്വൻസി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 100 എന്നാണ്. സോ ക്യാപിറ്റൽ എൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? എഫ് എക്സിന്റെ സമ്മ് വേണം. എഫ് എക്സിന്റെ സമ്മ് എങ്ങനെ കിട്ടും? എക്സ് ഇൻറ്റു എഫ്. ഈ രണ്ട് കോളംസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ എഫ് എക്സ് എന്നുള്ള വാല്യൂ കിട്ടും. സോ 8 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇനി 15 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. 25 × 20 ചെയ്താൽ നമുക്ക് 500 കിട്ടും. 35 × 3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1050 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് 45 × 20 നമുക്ക് 900 എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് 55 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 550. സോ ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സമ്മേഷൻ എഫ് എക്സ് കിട്ടും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3220 എന്നാണ് കിട്ടും. സോ എക്സ് ബാർ കിട്ടി 3220 ഡിവൈഡഡ് ബൈ 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 32.2 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക.
ഓക്കെ അല്ലേ? എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം നമ്മൾ ഇക്വേഷനിൽ? നമുക്ക് എഫ് എക്സ് സ്ക്വയറും കൂടെ കാണണം. എന്നാലേ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി എഫ് എക്സ് സ്ക്വയർ കാണാൻ എന്ത് വേണം? എക്സിൻ്റെ സ്ക്വയർ വേണം. അപ്പോൾ ഈ എല്ലാ എക്സ് വാല്യൂസിൻ്റെയും സ്ക്വയർ കാണാൻ വേണ്ടി പോവാണ്. സോ 5ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താണ് ഇവിടെ വരിക? 25. 15 സ്ക്വയർ 225. 25 സ്ക്വയർ 625. 35 സ്ക്വയർ അപ്പോൾ 1225. 45 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2025. 55 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3025. ഇനി ഇതാ ഈ രണ്ടാൾക്കാരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എഫും എക്സ് സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സ് സ്ക്വയർ കിട്ടും. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആൻസേഴ്സ് വരുന്നത് 200. പിന്നെന്താണ് 225 into 15 ആൻസർ ആയിട്ട് വരുന്നത് 2700. 12,500. പിന്നെ നെക്സ്റ്റ് വരുന്നത് 36,750. പിന്നെന്താണ് 2025 into 20 ആൻസർ ആയിട്ട് വരുന്നത് 40,500. ആൻഡ് ലാസ്റ്റ് നമ്മളുടെ 3025 into 10 എന്താണ് വരിക? 30,250. ഇനി ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്യുമ്പം ആൻസർ ആയിട്ട് വരുന്നത് 122,900. സോ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്, എക്സ് ബാർ കിട്ടിയിട്ടുണ്ട്, ക്യാപിറ്റൽ എൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് കാണാം? നമ്മളുടെ സിഗ്മ, അതായത് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ ക്യാപിറ്റൽ എൻ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്കിവിടെ കിട്ടിയിട്ടുള്ള നമ്പർ നമ്മൾ എഴുതുക, ഡിവൈഡഡ് ബൈ 100. ഈസി ആയിട്ട് 0 അവിടെ കട്ടായി പോയി. സോ ഇവിടെ മൈനസ് 32.2 ദി ഹോൾ സ്ക്വയർ. എന്താണ് വേണ്ടത്? അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1229 മൈനസ് 1036.84. എന്താ സംഭവം? 32.2ൻ്റെ സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 192.16. സോ ഇവിടെ ഒന്നും സ്ക്വയർ റൂട്ട്സ് ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ വേരിയൻസിൻ്റെ ആൻസർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 192.16 എന്നായിരിക്കും. ഇനി ഇതിന് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 13.86 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ട്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 13.86ൻ്റെ സ്ക്വയർ ആണ്. സോ നമ്മൾക്ക് ഈ ഒരു സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് മുന്നേ ഉള്ള ആൾ, അതാണ് നമ്മളുടെ വേരിയൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ ആയിട്ട് വരുന്നത് 192.16 ആണെന്ത് നമ്മളെ വേരിയൻസ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. സോ കാൽക്കുലേഷൻ ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി. നമുക്ക് കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എസ്സേയിൽ ആ ഒരു ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും വേരിയൻസിൻ്റെയും ഇക്വേഷൻസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യുക. എക്സാംസ് ഒക്കെ അടിപൊളിയാക്കാം.